ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ബിറ്റ് പ്രസിന്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഓർഡിനോ ടൈമിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓർഡിനോ സ്ട്രിങ്ങുകളെ കുറിച്ച് ഇതിനു മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിരുന്നല്ലോ. ഈ വീഡിയോയിൽ സ്ട്രിംഗ് ഒബ്ജക്റ്റ് എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഓർഡിനോ ബേസിക്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഉറപ്പായും ഈ പ്ലേലിസ്റ്റ് കണ്ടിരിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓർഡിനോ പ്രോഗ്രാമിൽ സ്ട്രിംഗ് രണ്ട് രീതിയിൽ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ആദ്യത്തെ രീതിയാണ് സ്ട്രിംഗ് ക്യാരക്ടർ അറേ എന്ന് പറയുന്നത്. അത് ഇതിനു മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ഈ വീഡിയോയിൽ എന്താണ് സ്ട്രിംഗ് ഒബ്ജക്റ്റ് എന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഡേറ്റയും അതുപോലെ തന്നെ ഫംഗ്ഷനും ഉണ്ടായിരിക്കും. ഒരു സ്ട്രിംഗ് ഒബ്ജക്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രിംഗ് ഒബ്ജക്റ്റിലേക്ക് വാല്യൂ അല്ലെങ്കിൽ സ്ട്രിംഗ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ട്രിംഗ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതിൽ സ്ട്രിംഗ് ഡേറ്റയാണ് ഉണ്ടായിരിക്കുക. ഇത് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു സ്ട്രിംഗ് ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. സ്ട്രിംഗ് മൈ സ്ട്രിംഗ് ഈക്വൽ ടു ദിസ് ഈസ് മൈ സ്ട്രിംഗ്. ഇവിടെ സ്ട്രിംഗ് എന്ന് പറയുന്ന കീവേഡ് ആണ് സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മൈ സ്ട്രിംഗ് എന്ന് പറയുന്നത് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിംഗ് നെയിം ആണ്. ദിസ് ഈസ് മൈ സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് മൈ സ്ട്രിംഗിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. സ്ട്രിംഗ് ഒബ്ജക്റ്റിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഓപ്പറേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സ്ട്രിംഗ് ഒബ്ജക്റ്റ് പ്രിന്റ് ചെയ്യിക്കുന്നതിന് വേണ്ടി ക്യാരക്ടർ അറേ സ്ട്രിംഗ് പ്രിന്റ് ചെയ്യുന്നത് പോലെ തന്നെ പ്രിന്റ് ലൈൻ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു സ്ട്രിംഗ് ഒബ്ജക്റ്റിനെ അപ്പർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ടു അപ്പർ കേസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അത് ഒരു ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് മൈ സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മൈ സ്ട്രിംഗ് ഡോട്ട് ടു അപ്പർ കേസ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചാണ് സ്ട്രിംഗിനെ അപ്പർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സ്ട്രിംഗ് ഒബ്ജക്റ്റിൽ ഓവർറൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഉദാഹരണത്തിന് മൈ സ്ട്രിംഗ് എന്ന് പറയുന്ന സ്ട്രിംഗിൽ ഓൾറെഡി ഉള്ള ഡേറ്റ ഓവർറൈഡ് ചെയ്യുന്നതിന് വേണ്ടി അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് പുതുതായി ഏത് ഡേറ്റയാണോ സേവ് ചെയ്യേണ്ടത് ആ ഡേറ്റ ആഡ് ചെയ്ത് കൊടുക്കുക. അസൈൻമെന്റ് ഓപ്പറേറ്റർ ക്യാരക്ടർ അറേ സ്ട്രിംഗിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ സ്ട്രിംഗ് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി സ്ട്രിംഗ് ഒബ്ജക്റ്റിൽ ഉപയോഗിക്കുന്നത് റീപ്ലേസ് ഫംഗ്ഷൻ ആണ്. ഉദാഹരണത്തിന് മൈ സ്ട്രിംഗ് ഡോട്ട് റീപ്ലേസ് ബ്രാക്കറ്റിനുള്ളിൽ ഏത് സ്ട്രിംഗ് ആണോ റീപ്ലേസ് ചെയ്യേണ്ടത് അതുപോലെ റീപ്ലേസ് ചെയ്ത് ഏത് സ്ട്രിംഗ് ആണോ വരേണ്ടത് എന്ന് കൊടുക്കുക. ഒരു സ്ട്രിംഗിന്റെ ലെങ്ത് അറിയുന്നതിന് വേണ്ടി സ്ട്രിംഗ് ഒബ്ജക്റ്റിൽ ഉപയോഗിക്കുന്നത് ലെങ്ത് ഫംഗ്ഷൻ ആണ്. അത് ഡയറക്റ്റ്ലി നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്ട്രിംഗ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൈ സ്ട്രിംഗ് എന്ന് പറയുന്ന പേരിൽ ഒരു സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ദിസ് ഈസ് മൈ സ്ട്രിംഗ് എന്ന ഡേറ്റ സേവ് ചെയ്യുന്നു. അതിനുശേഷം ദിസ് ഈസ് മൈ സ്ട്രിംഗ് എന്ന ഡേറ്റ അപ്പർ കേസ് ആക്കുന്നതിന് വേണ്ടി മൈ സ്ട്രിംഗ് ഡോട്ട് ടു അപ്പർ കേസ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അതിനുശേഷം മൈ സ്ട്രിംഗ് എന്ന സ്ട്രിംഗിനെ ഓവർറൈഡ് ചെയ്ത് മൈ ന്യൂ സ്ട്രിംഗ് ആക്കുന്നതിന് വേണ്ടി അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. അതിനുശേഷം സ്ട്രിംഗ് എന്ന വേർഡ് റീപ്ലേസ് ചെയ്ത് ഓർഡിനോ സ്കെച്ച് ആക്കുന്നതിന് വേണ്ടി മൈ സ്ട്രിംഗ് ഡോട്ട് റീപ്ലേസ് സ്ട്രിംഗ് കോമ ഓർഡിനോ സ്കെച്ച് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നു. സ്ട്രിംഗിന്റെ ലെങ്ത് അറിയുന്നതിന് വേണ്ടി മൈ സ്ട്രിംഗ് ഡോട്ട് ലെങ്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രിന്റ് ചെയ്യുന്നു. മുകളിൽ കാണിച്ചിരിക്കുന്ന ഉദാഹരണം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി ഓർഡിനോ ഐഡി ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ആ പ്രോഗ്രാം അതുപോലെ തന്നെ ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് നോക്കാം. എറർ ഇല്ല എങ്കിൽ ഓർഡിനോ ബോർഡ് കണക്ട് ചെയ്ത് കോഡ് അപ്ലോഡ് ചെയ്ത് സീരിയൽ മോണിറ്ററിൽ എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മൈ സ്ട്രിംഗ് എന്ന് പറയുന്ന സ്ട്രിംഗ് ആദ്യം ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ദിസ് ഈസ് മൈ സ്ട്രിംഗ് എന്ന ഒരു സ്ട്രിംഗ്
അപ്പർ കേസായി കൺവേർട്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം മൈ സ്ട്രിംഗ് ഓവർറൈഡ് ചെയ്ത് മൈ ന്യൂ സ്ട്രിംഗ് ആക്കിയിരിക്കുന്നു. സ്ട്രിംഗ് എന്ന ഒരു വേർഡിനെ ഓർഡിനോ സ്കെച്ച് എന്നായി കൺവേർട്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം മൈ ന്യൂ ഓർഡിനോ സ്കെച്ച് എന്ന് പറയുന്ന ഒരു ഡാറ്റ എത്ര ലെങ്ത് ഉണ്ട് എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നു. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ടെക് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.